ഉച്ചക്കലത്തേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിള്ളേരെ ആഹാരം കഴിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് കുറച്ച് സോസേജ് ഇരിക്കുന്നത്. എന്നാൽ വിചാരിച്ച് അതങ്ങ് കറിയാക്കിയാലോ. ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം തന്നെ ഞാൻ സോസേജ് എടുത്ത് വെളിയിൽ വെച്ച് അപ്പം നല്ല ഐസായിട്ടിരിക്കുമായിരുന്നു. ഐസെല്ലാം പോയി കഴിഞ്ഞപ്പം അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഒരു ചിരിച്ചട്ടി അടുപ്പ് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഈ സോസേജ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കും. നല്ല ഫ്രൈ അല്ല, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ സോസേജ് ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് ഞാനിവിടെ സവാള, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ സോസേജ് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് കോരി മാറ്റാം. സോസേജ് എല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് അതേ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് അരിഞ്ഞു വെച്ച് സവാള, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ആവി കയറ്റണം. ഇവിടെ ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്നും അതിൻ്റെ ഒരു പച്ചമണം മാറിയപ്പോഴത്തേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മുടെ എരിയുടെ അതിൻ്റെ അനുസരിച്ച് ഇടണം. ഇച്ചിരി ഏറെ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നതാണ് ഈ സോസേജ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എപ്പോഴും തീ കുറച്ചിട്ട് നല്ലതുപോലൊന്ന് പൊടിയെല്ലാം ഒന്നുകൂടെ മൂപ്പിച്ചെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സോസേജും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇത് സോസേജ് നല്ലോണം അരപ്പ് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്രേവിക്ക് എത്രത്തോളം വേണോ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് ശരിക്കും ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ സോസേജിന് പൊതുവെ ഇച്ചിരി ഉപ്പുള്ളതാണ്. നമ്മൾ പിന്നെ സവാള വഴറ്റിയപ്പോഴും ലേശം ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കിയതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നല്ലൊരു തിളയൊക്കെ വന്നതിന് ശേഷം നമ്മൾ അടുപ്പ് തുറന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ കറക്റ്റ് നല്ലൊരു ചിക്കൻ കറിയുടെ അതേ ഒരു മണവും അതേ ഒരു ടേസ്റ്റുമാണ് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോസേജ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.